വെൽക്കം ടു ട്രൈ റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ 1 ഡേ ചാർട്ടാണ്. ഗോൾഡിന്റെ 1 ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്, അതിന് താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതിന് താഴെ വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഈ ഏരിയകളെല്ലാം കഴിഞ്ഞ ദിവസത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ സംശയമുള്ള ആളുകൾ അതൊന്ന് കയറി നോക്കുന്നത് നന്നായിരിക്കും. അതുമാത്രമല്ല, ഈ ഒരു ഏരിയനെ കുറിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറയുന്നുണ്ട്. ഈ ലൈൻ വരച്ച ഏരിയനെ കുറിച്ചിട്ട് റെഡ് ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. മുൻപും പറഞ്ഞിരുന്നത് ഇതിന് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് നന്നായിട്ട് കയറി പോകുന്നുണ്ട്. അതും തൊട്ട് താഴെയുള്ള സപ്പോർട്ടിനെ എടുത്തിട്ടാണ് കയറി പോകുന്നത്. ഇനി എവിടെ വരെ പോകും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒന്നുകൂടി പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളതൊന്ന് നോക്കാം, എന്നിട്ട് തിരിച്ചു വരാം. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസുള്ള ദിവസമാണ്. നോക്കിയാൽ കാണാം, കോർ CPI എന്ന് പറയുന്നത് US ഡോളറിൽ വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മൂവ്മെന്റ് തരുന്ന ന്യൂസാണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കാം. കോർ CPI വരുന്ന ഇന്ത്യൻ സമയം 7 മണിക്കാണ്. അതിന്റെ പ്രീവിയസ് വരുന്നത് 0.3 ആൻഡ് ഫോർകാസ്റ്റ് 0.3 ആണ്. അതിന്റെ യൂഷ്വൽ എഫക്ട് എന്താണെന്നുള്ളത് നോക്കാം. യൂഷ്വൽ എഫക്ട് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി ആണ്. അതായത് പ്രീവിയസിനേക്കാളും ഫോർകാസ്റ്റിനേക്കാളും വലിയൊരു ഫിഗർ വരേണ്ടതുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ CPI മന്ത്ലി പ്രീവിയസ് 0.2%, അതുപോലെ തന്നെ ഫോർകാസ്റ്റും 0.2% ആണ്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി ആണ്. ഇനി CPI ഇയർലി പ്രീവിയസ് വരുന്നത് 2.4%, ഫോർകാസ്റ്റ് വരുന്നത് 2.6% ആണ്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസുകളാണ് മൂന്നും പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് മാർക്കറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാനുള്ള സാധ്യതയുണ്ട്. ഈ ന്യൂസിന്റെ സമയത്ത് മാർക്കറ്റ് വലിയ രീതിയിൽ മൂവ്മെന്റ് തരാറുണ്ട്, പതിവായി തരാറുണ്ട്. അപ്പോൾ ഫിഗറിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് US ഡോളറും അതുപോലെ തന്നെ ഗോൾഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവും. വലിയ സ്ട്രോങ് ആയിട്ടുള്ള സിംഗിൾ സൈഡ് മൂവ്മെന്റ് തരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഓടിക്കേറി ചാടിക്കേറി ട്രേഡ് എടുക്കാതിരിക്കുക. കാരണം വലിയൊരു മൂവ്മെന്റ് രണ്ട് സൈഡിലേക്ക് തന്നിട്ടായിരിക്കും ഒരുപക്ഷെ വൺ സൈഡ് മൂവ്മെന്റ് സംഭവിക്കുക. അപ്പോൾ രണ്ട് സൈഡിലേക്കും വരുന്ന സമയത്ത് നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ന്യൂസ് വന്നതിന് ശേഷം ഒരു കൃത്യമായ പ്രൈസ് ആക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക, അല്ലാതെ ട്രേഡ് എടുക്കരുത്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ 1 അവറിലാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. 1 അവറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇംബാലൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇംബാലൻസിലേക്കോ റെസിസ്റ്റൻസിലേക്കോ ഇന്ന് വരാനുള്ള സാധ്യത ഉണ്ട്, കാരണം CPI ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്, പക്ഷെ അതിനെ റെസ്പെക്ട് ചെയ്യണമെന്നില്ല. മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് 4 അവറിലേക്ക് പോവാം. ഫോർവേഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈനിന്റെ താഴെ ബ്രേക്ക് ചെയ്ത് ബാറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ടൊന്ന് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ കൃത്യമായി ഒരു കൺസോളേഷൻ അവിടെ ഉള്ളത് കൊണ്ട് മുകളിലോട്ടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. എന്തായാലും അതിലേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒരു പക്ഷെ ഈ ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലേക്കോ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് ധരിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഇല്ല. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ് എന്നത് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങോട്ട് എത്തുമെന്നോ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ CPI ഉള്ള ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയും ഒന്ന് റെസിസ്റ്റൻസ് ഏരിയ വരച്ചിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റു മാറ്റങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡേയുടെ കീ ഏരിയാസ് 4 അവറിലും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 അവറിലേക്ക് ഒന്ന് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഡേയിൽ വരച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയ ഈ ഏരിയ, അതായത് റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. അവിടെ രണ്ട് രീതിയിലാണ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. ഒന്ന്, ഇവിടെ ഒരു ഇംബാലൻസിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി താഴോട്ടേക്ക് ഈ പറഞ്ഞ ലൈനിന്റെ താഴോട്ടേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ലൈൻ വരെയെങ്കിലും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് 1 അവറിൽ. 1 അവറിൽ ഈ ഒരു ഏരിയയിലേക്ക് വരാം, അല്ലെങ്കിൽ ഇവിടേക്ക് വരാം. ഈ രണ്ട് ഏരിയയിൽ നിന്ന് എവിടെയെങ്കിലും ആയിരിക്കാം ഒരുപക്ഷെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുക. അത് വിത്ത് കൺഫർമേഷനോട് കൂടി ആയിരിക്കണം.
ഇപ്പൊ കറന്റിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ബൈ ഓപ്പർച്യൂണിറ്റി കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് വരുന്ന സമയത്ത് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി എടുക്കാം. ബൈങ് ഓപ്പർച്യൂണിറ്റി എടുക്കേണ്ടത് ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഇംബാലൻസിൽ വന്നിട്ട് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ബൈങ് ഓപ്പർച്യൂണിറ്റി എടുക്കണ്ട. ഒരുപക്ഷെ ഇംബാലൻസിൽ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ പോവാൻ സാധ്യത ഉണ്ട്. അല്ല, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു കൺഫർമേഷനോട് കൂടി ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം. അത് ഇംബാലൻസ് വരെയാണ് കാണുന്നത്. അപ്പോ ഇങ്ങനെയാണ് ഇപ്പൊ കറന്റ്ലി ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണുന്നത്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് മറ്റ് രീതിയിൽ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാം. താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ഏരിയ ഇവിടെയായിരുന്നു. ഈ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് കയറി പോയിരിക്കുന്നത്. അതായത് ഈ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ നടത്തി പതിയെ മുകളിലോട്ട് പോകുന്നത്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞത്, സോളിഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ഏരിയയിലാണ് ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി മുകളിലോട്ട് പോവാം. അല്ലെങ്കിൽ ഇംബാലൻസിനെ വന്ന് റെസ്പെക്ട് ചെയ്തിട്ട് പോയേക്കാം. പക്ഷെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകണമെന്നില്ല. പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി ആയിരിക്കാം വീണ്ടും പോകുന്നത്. അപ്പൊ ഈ ഒരു കീ ഏരിയാസ് ഒന്നും ഇത് രണ്ടും നോക്കി വെക്കുക. ഇവിടേക്ക് ഒരു വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈങ് ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബൈങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. ചെറിയ ടാർഗറ്റ് വെച്ച് ഇറങ്ങുകയാണ്. കാരണം പ്രത്യേകിച്ചും മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് വലിയ രീതിയിലേക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ട്രാറ്റജിയുടെ ഒരു ഇത് കാണുന്നുണ്ട്. പക്ഷെ അത് വർക്ക് ആവാനുള്ള സാധ്യത ഇത്തിരി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയറി പോകുന്ന ഏരിയ എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓൾറെഡി ഇവിടെ നിന്ന് മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഒരുപക്ഷെ ഇവിടേക്കായിരിക്കാം, അതായത് ഈ ഒരു ഹൈയിലേക്കായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഒന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്നൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത്, അതായത് ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്ക് വെക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റ് ഇതിലേക്കും വെക്കാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്ന ഇംബാലൻസിലേക്ക് എവിടേക്കായാലും വെക്കാവുന്നതാണ്. അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വരും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ CPI ന്യൂസ് സമയത്ത് തിരിച്ച് സംഭവിക്കാം. എന്തായാലും CPI ന്യൂസ് വരുന്ന സമയത്ത് നമ്മൾ നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. ഇപ്പോ കറന്റ്ലി ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. അപ്പൊ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ ശ്രമിക്കുക. വീഡിയോസ് കാണുന്ന ആളുകൾ, അതായത് വീഡിയോസ് റിലീസ് ആവുന്ന സമയത്ത് അങ്ങനെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക. ഇനി സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിന് താഴേക്ക് വന്ന് മാർക്കറ്റ് ഇതിന് താഴേക്ക് വന്നിട്ട് ഒന്ന് കയറി വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺസോളിഡേറ്റ് ഏരിയ ആണ്, ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയും കൂടിയാണ്. ആ സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി വീണ്ടും കാണുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഈ ഒരു ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ സപ്പോർട്ടിലേക്കോ എത്താവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുക. ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ അനാലിസിസ്. ബാക്കിയുള്ളതെല്ലാം ലൈവ് മാർക്കറ്റിൽ വെച്ചിട്ട് നമുക്ക് ഡിസ്കോഡ് ചാനലിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ഓയിലിന്റെ അനാലിസിസ് നോക്കാം. ഓയിലിലേക്ക് നോക്കുന്ന സമയത്ത് എന്നും പറയുന്ന പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇവിടെ വന്നു ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും ഇന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോകളെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നോക്കിയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ലോയും ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോവാണ്. അതായത് മാർക്കറ്റ് ഓരോ തവണ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്തും അതിനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ഇന്ന് എത്തിയിരിക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയ അതുകൊണ്ട് തന്നെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. മുകളിൽ ഒരു ഇംബാലൻസ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ. ഈ റെസിസ്റ്റൻസ് ഏരിയയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടയാളപ്പെടുത്തിയതാണ്. ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളുടെ അനാലിസിസ് നോക്കിയാൽ മതി. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് പോയിട്ട് കീ ഏരിയാസ് എന്തൊക്കെയാന്നുള്ളതൊന്ന് നോക്കാം. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമമുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്യുന്നതാണ്. ഹൈയെ ബ്രേക്ക് ചെയ്ത് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷനോട് കൂടി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 4 ഹവറിന്റെ ഒരു കീ ഏരിയ ആയിട്ട് ഇതിനെ അടയാളപ്പെടുത്തുന്നുണ്ട്, റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അതെല്ലാം നമ്മൾ ഓൾറെഡി ലൈനോട് കൂടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി
ഇനി നമുക്ക് ഫോർവേഡിൽ കീ ഏരിയാസ് പ്രധാനപ്പെട്ട മറ്റ് കീ ഏരിയാസ് ഒന്നുമില്ല, അതിന് മുകളിലാണ് ഉള്ളത്. മുകളിലുള്ളത് തൽക്കാലം അടയാളപ്പെടുത്തുന്നില്ല. ഇനി നമുക്ക് 1 അവറിലേക്ക് ഒന്ന് പോയി നോക്കാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് ഫോർവേഡിൽ നമ്മൾ മാർക്ക് ചെയ്തൊരു ഏരിയ, ഈ ഒരു ഏരിയ ഒരു സപ്ലൈ ഏരിയ ആയിരുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് മാർക്കറ്റ് കയറി വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണ്, വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു കൺസോളേഷൻ നടന്ന് ഇവിടം വരെ മാർക്കറ്റ് ഇറങ്ങും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതും ബ്രേക്ക് ചെയ്യാണ്. ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെയും നമ്മൾ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതിനെല്ലാം ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് എടുത്തിട്ട് മാർക്കറ്റ് കൺഫർമേഷൻ തരികയാണെങ്കിൽ നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ല, ഇവിടെ നിന്ന് വന്ന് മുകളിൽ പോയിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ഏരിയ, ഇപ്പൊ ഞാൻ നേരത്തെ വരച്ച ഈ ഏരിയയിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഇംബാലൻസിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഈ ഒരു സപ്ലൈ ഏരിയയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് റിയാക്ഷൻ കിട്ടി വീണ്ടും ഒന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 1 അവറിന്റെ ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലേക്ക് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഒരു പക്ഷേക്ക് ഇറങ്ങാൻ സാധ്യത നോക്കിയാൽ കാണാം. മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് അവിടെ നിന്ന് വലിയൊരു വീഴ്ച വന്നത്. വീഴ്ച വന്നു കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിലോട്ട് പോയി ഇങ്ങനെ കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കീ ഏരിയ എന്ന് പറയുന്നത് ഇത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ഏരിയ നോട്ട് ചെയ്ത് വെക്കുക, ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇത് നോട്ട് ചെയ്ത് വെക്കുക. നേരത്തെ വരച്ച് കുറച്ച് കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരിക്കൽ കൂടി കീ ഏരിയാസ് പറയുന്നുണ്ട്. ഇതൊരു കീ ഏരിയ ആണ്, അതുപോലെ ഇതൊരു കീ ഏരിയ ആണ്, ഇതൊരു കീ ഏരിയ ആണ്, അതുപോലെ ഇതൊരു കീ ഏരിയ ആണ്. അപ്പൊ ഇത്രയും ഏരിയകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1 അവറിൽ ഇവിടേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത കീ ഏരിയയിൽ കുറച്ചും കൂടി റിഫൈൻ ഏരിയ കിട്ടുന്നുണ്ട്. അതായത് ഇവിടേക്ക് എത്തുന്ന സപ്ലൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എത്തുന്ന ഏരിയ, അതായത് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സപ്ലൈ ഏരിയയിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നേരത്തെ കിട്ടിയതിൽ നിന്ന് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ മറ്റൊന്നുകൂടി 50 മിനിറ്റ്സിൽ കിട്ടുന്നുണ്ട്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. കാരണം ഈ ഒരു ലെഗിൽ നിന്നാണ് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയത്. നോക്കിയാൽ കാണാം, അവിടേക്ക് മുകളിൽ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ടേക്ക് ആ ലെഗിനെ തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ലെഗിന്റെ ഏറെക്കുറെ അവസാനം വരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കീ ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെഗ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടേക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് വീണ്ടും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുകളിലോട്ട് പോകാനുള്ള ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ കീ ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അവിടേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നതിന് അനുസരിച്ച് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. കൺഫർമേഷൻ എൻട്രികൾ നിർബന്ധമാണ്, പ്രത്യേകിച്ചും ഇന്ന് CPI ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവിടെയും നല്ല രീതിയിൽ മൂവ്മെന്റ് തരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എല്ലാവരും ഇന്നത്തെ ട്രേഡ് നോക്കിയും കണ്ടും തന്നെ എടുക്കാൻ ശ്രമിക്കുക. എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കണം. അതുപോലെ തന്നെ പൊസിഷൻ സൈസിങ് വേണം. റിസ്ക് റിവാർഡ്, മണി മാനേജ്മെന്റ് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വെക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക.